കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് PV അൻവർ MLA നടത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നമുക്കൊപ്പം മാമിയുടെ ഭാര്യയും അതുപോലെ തന്നെ മകളും ഒപ്പം സഹോദരന്റെ ഭാര്യയുമുണ്ട്. ആദ്യം മകൾ അദീബ, എങ്ങനെയാണ് MLAയുടെ ഈ പ്രതികരണത്തെ കാണുന്നത്? എന്തായാലും ഒരു വർഷമായി നമ്മൾ ഉപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്താ പറ്റിയത്, ഉപ്പയ്ക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. അപ്പം MLA പറയുന്നത് നമ്മൾ അത്രയും ഗൗരവത്തോടെയും അത്രയും ശക്തമായിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഒരു കൊല്ലമായിട്ടും നമുക്ക് എന്താണ് ഉപ്പയ്ക്ക് പറ്റിയെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് 99% ഉപ്പ ഇല്ല എന്ന് അവർ പറയുന്നു. പക്ഷേ അവർക്ക് എന്ത് തെളിവാണ് അതിന് കിട്ടിയത്? നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അത് പറയാനുള്ള കാരണം എന്താണ്? അപ്പം പോലീസ് പറഞ്ഞത് ഉപ്പ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും, അതിനെന്തെങ്കിലും വിവരങ്ങൾ അവർക്ക് കിട്ടുമെന്നാണ്. പക്ഷേ ഉപ്പ ഇല്ലെങ്കിലും അവർക്ക് തെളിവ് കിട്ടിയാലല്ലേ അവർക്കത് പറയാൻ പറ്റുള്ളൂ, ഉപ്പ ഇല്ല എന്നുള്ളത്. അപ്പം വെറുതെ അവരെങ്ങനെയാണ് ഉപ്പ ഇല്ല എന്നുള്ളത് പറയാം? അപ്പം ചിലപ്പോൾ അവർക്ക് എന്തോ മനസ്സിലായിട്ടാവാം അവരങ്ങനെ പറഞ്ഞത്, അറിയില്ല നമുക്ക്. അപ്പം അത്രയും ഞെട്ടലോടെയാണ് MLA പറഞ്ഞ കാര്യം നമ്മൾ അംഗീകരിക്കുകയാണ് ശരിക്കും അത് ചെയ്യുന്നത്. കാരണം നമ്മളോട് പോലീസ് മുന്നേ അത് പറഞ്ഞതുമാണ്, പക്ഷേ നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല. അപ്പം പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ് ഇത്രയും കാലങ്ങളായിട്ട് നമുക്ക് തെളിവുകളൊന്നും കിട്ടാതിരിക്കുകയാണ്. അവർ മനഃപൂർവ്വം നമുക്ക് തെളിവ് തരാതിരുന്നതാണോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തതാണോ നമുക്കറിയില്ല. പക്ഷേ നമ്മളോട് ഇപ്പം നടക്കാവ് അവിടെയുള്ള ഒരു CI പറഞ്ഞിരുന്നു നമ്മളോട്, പോലീസിൻ്റെ ഗോൾഡൻ ഹവേഴ്സ് മിസ്സായിപ്പോയി, അത് അവരുടെ സൈഡ് നല്ല ഫോൾട്ട് തന്നെയാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു. പക്ഷേ നമുക്ക് എന്താണ് ഉപ്പയ്ക്ക് പറ്റിയെന്നുള്ളതിന് കറക്റ്റായിട്ട് അത് എന്താ പറ്റിയത്, നമ്മൾ ഉപ്പനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഒരു കൊല്ലമായിട്ട് ഒരു വിവരവുമില്ല. ഉപ്പയ്ക്ക് എന്താ പറ്റിയത്, ഉപ്പ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അറിയണം. അത് നമ്മളെ റൈറ്റാണ്. എൻ്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയെന്നുള്ളത് അറിയണം എന്നുള്ളത് എൻ്റെ റൈറ്റാണ്. അപ്പം എങ്ങനെയെങ്കിലും ആരാണോ ഇതിൻ്റെ പുറകിലുള്ളത് അവർക്ക് ശക്തമായ ശിക്ഷ അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൻ്റെ കുടുംബത്തിന് നമുക്ക് നീതി എന്തായാലും കിട്ടണം. അപ്പം നമ്മളെന്തായാലും കേരള പോലീസ് അത്ര എഫിഷ്യൻ്റായിട്ട് അവർ വർക്ക് ചെയ്ത കുറേ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ 1, 2, 3 കാര്യങ്ങളൊക്കെ അവർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഉപ്പൻ്റെ കേസിന് എന്ത് പറ്റിയെന്നുള്ളത് നമുക്കറിയില്ല. ആ കേസ് മനഃപൂർവ്വം അവർ ചെയ്യാണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവർക്ക് പറ്റായിട്ടാണോ നമുക്കറിയില്ല. അപ്പം നമ്മളെന്തായാലും CBIക്ക് കൊടുക്കാനാണ് നമ്മൾ കുടുംബം വിചാരിക്കുന്നത്. കേരള പോലീസിന് മാറിയിട്ട് കേസ് എത്രയും പെട്ടെന്ന് CBI അന്വേഷിക്കണം, അതാണ് നമ്മൾ ആവശ്യം. മാമിയുടെ സഹോദരൻ്റെ ഭാര്യയാണല്ലോ. അതെ. ഉന്നതരുടെ ഇടപെടലുണ്ട് എന്നുള്ളത് മാമി കേസിൽ ഇടപെട്ട അന്ന് മുതൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഉന്നതരുടെ ഇടപെടലുണ്ട് എന്നുള്ളത് അതിന് ഞങ്ങൾ IPS IAS ഒന്നും വേണ്ട, സാമാന്യ ബോധം മാത്രം മതി ഞങ്ങൾക്ക്. ഞങ്ങൾ തെരുവിൽ മഴയും വെയിലും കൊണ്ട് പ്രക്ഷോഭം നടത്തി അധികാരികളുടെ അടുത്ത് കയറി ഇറങ്ങി ഒന്നും ചെയ്തിട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റ് അവർ തന്നിട്ടില്ല. അവർ ഓരോ ദിവസവും ഓരോ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞ് എന്നല്ലാതെ ഇതുവരെ ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. ഇക്കാനെ കാണാണ്ടായ അന്ന് തലക്കുളത്തൂർ റേഞ്ച് കാണിച്ച് എന്ന് പറയല്ലാതെ അതിൻ്റെ പുറമോട്ടായിട്ട് ഒരു ഇതും കിട്ടിയിട്ടില്ല. അത് അന്ന് മുതൽ ഇന്ന് വരെ അത് മാത്രമാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് മാമീനെ കണ്ടെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അദീബ, അതേസമയം തന്നെ അവരുടെ മമ്മിയുടെ മറ്റൊരു ഭാര്യ റംല, അവർ പറയുന്നത് പോലീസിൻ്റെ അന്വേഷണത്തോട് യോജിക്കുന്നു എന്ന് കൂടെ പറയുന്നു. അല്ല, അവരായിരുന്നു മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ അന്വേഷണത്തിന് അവർ യോജിക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇവരിപ്പം അവരാരോ പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ്. അവർ മനഃപൂർവ്വം പോലീസ് മുന്നേ അന്വേഷിച്ച ടീം തന്നെ വന്നാൽ ഒന്നും കൂടി എഫിഷ്യൻ്റായിട്ടാവുമെന്ന് അവർ വിചാരിച്ചിട്ടാണ്. പക്ഷേ അത് തെറ്റാണ്. കാരണം നമുക്ക് ഇത്രയും വർഷമായിട്ടും തെളിവുകൾ നമുക്ക് അത് ഇല്ലാണ്ടാക്കിയാണ് അവരെ സൈഡിൽ നിന്ന് ഉണ്ടായത്. നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടില്ല. നമുക്ക് ഇന്നേ വരെ ഒരു തെളിവും കിട്ടിയില്ല. അവരാരോ സ്വാധീനിച്ചിട്ടാണ് അവരത് പറയുന്നത്. അവരാരോ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. അവരാരോ സ്വാധീനിച്ചിട്ടാണ് അവർ പറയുന്നത്. പോലീസിന് വിശ്വാസമാണ് എന്നുള്ളത്. ഈ കേസ് ഇതിലുള്ള ആൾ തന്നെ, ഞങ്ങൾ സംശയിക്കുന്ന ആൾ തന്നെ അവരെ സ്വാധീനിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും കുടുംബം ഒറ്റക്കെട്ടാണ്. പക്ഷേ അവർ ഈ കാര്യത്തിൽ മാത്രം പോലീസിനെ വിശ്വസിച്ച് നിൽക്കുകയാണ്. എന്തായാലും കേസന്വേഷണം CBIക്ക് വിടണമെന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, തീർച്ചയായും CBIക്ക് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ. ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം വേണമെന്നും അവരുടെ പിതാവിനെ കണ്ടെത്തണമെന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.